നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടൻ വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. തമിഴക വെട്രി കഴകം എന്ന് പേരിട്ട പാർട്ടി ഇന്ന് ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു. വിജയ് തന്നെയാണ് പാർട്ടിയുടെ ചെയർമാൻ. ഏറെ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ. പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്ത് വിജയ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും കത്തിൽ വിജയ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്നും വിജയ് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയം തന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിലല്ലെന്നും ഇത് ഒരു ഹോബിയല്ലെന്നും വിജയ് പറഞ്ഞു. രാഷ്ട്രീയം തന്റെ അഗാധമായ അധിനിവേശമാണ്. അതിൽ പൂർണ്ണമായും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനോടകം സമ്മതം മൂളിയ സിനിമയുമായി ബന്ധപ്പെട്ട ചുമതലകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജനസേവനത്തിനായി പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഏർപ്പെടാനാണ് തീരുമാനമെന്ന് വിജയ് കത്തിൽ പറഞ്ഞു. കത്തിന്റെ പൂർണ്ണരൂപം. തമിഴ്നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. വിജയ് മക്കൾ ഇഴക്കം നിരവധി ക്ഷേമ പദ്ധതികളും സാമൂഹിക സേവനങ്ങളും ദുരിതാശ്വാസ സഹായങ്ങളും കഴിവിന്റെ പരമാവധിയായി വർഷങ്ങളായി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെങ്കിലും സാധ്യമല്ലാത്ത പൂർണ്ണമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ രാഷ്ട്രീയ ശക്തി ആവശ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമകാലിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ, ഭരണപരമായ കെടുകാര്യസ്ഥതകൾ, അഴിമതി രാഷ്ട്രീയ സംസ്കാരം ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത് നമ്മുടെ ഐക്യവും പുരോഗതിയും അഴിമതിയില്ലാത്ത കാര്യക്ഷമമായ ഭരണത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ എല്ലാവരും കാംക്ഷിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനമായി അത്തരം ഒരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാണ്. സംസ്ഥാന അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തമിഴ്നാട്. ഈ മണ്ണിൽ ജനിച്ച എല്ലാവരും തുല്യരാണ് എന്ന സമത്വത്തിൽ അധിഷ്ഠിതമാണ്. ജനങ്ങളുടെ ഏകകണ്ഠമായ ആരാധനയും സ്നേഹവുമുള്ള ഒരു പ്രാഥമിക ജനശക്തി മാത്രമേ അത്തരം അടിസ്ഥാന രാഷ്ട്രീയ മാറ്റം സാധ്യമാകൂ. ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രശസ്തിയും എന്റെ അമ്മയ്ക്കും അച്ഛനും ശേഷം എല്ലാം തന്ന തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമിഴ് സമൂഹത്തെയും എന്റെ കഴിവിന്റെ പരമാവധി സഹായിക്കുക എന്നത് എന്റെ ദീർഘകാല ആഗ്രഹമാണ്. ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് നേരത്തെ 25/1/2024 ചെന്നൈയിൽ നടന്ന സംസ്ഥാന ജനറൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റിനെയും ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവിനെയും തിരഞ്ഞെടുത്തു. പാർട്ടിയുടെ ഭരണഘടനയും ബൈലോകളും എല്ലാം ജനറൽ കമ്മിറ്റി അംഗങ്ങളും ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തമിഴ്നാട്ടിൽ നയങ്ങളുടെ വിജയവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും നേടിയ ശേഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാന രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ തത്വങ്ങൾ, പതാക, ചിഹ്നം, കർമ്മ പദ്ധതികൾ എന്നിവ അവതരിപ്പിച്ച് പൊതുയോഗ പരിപാടികളോടെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. പാർട്ടിയുടെ പ്രവർത്തകരെ രാഷ്ട്രീയവൽക്കരിക്കുകയും സംഘടനാപരമായി അവരെ സജ്ജരാക്കുകയും പാർട്ടി നിയമങ്ങൾക്കനുസൃതമായി ഉദ്യോഗസ്ഥരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനാധിപത്യ രീതിയിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തിനും വിപുലീകരണത്തിനുമായി ഇടക്കാല കാലയളവിൽ സജീവമായി നടപ്പാക്കും. നിലവിൽ ഞങ്ങളുടെ പാർട്ടി ആവശ്യമായ സമയം കണക്കിലെടുത്ത് രജിസ്ട്രേഷന് അപേക്ഷിച്ചിട്ടുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കില്ലെന്നും ഞങ്ങൾ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തോട് വിനീതമായി ഇവിടെ അറിയിക്കുന്നു. അവസാനമായി, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറ്റൊരു തൊഴിലല്ല. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.